ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മുടെ റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു മൊഡ്യൂളാണ് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഫോർ ടുഡേ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് നന്നായിട്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു, കാരണം അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബേസിക്കലി യൂണിറ്റ് 4 ആണ്. ഐ ഹാവ് മെൻഷൻഡ് ഇറ്റ് ഹിയർ. യൂണിറ്റ് 4 ആണ്. നമുക്ക് ടോട്ടൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പാർട്ടിൽ 40 മാർക്സ്. ദിസ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സും നമുക്ക് നേരത്തെ പഠിച്ചു തീർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് 40 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. ആസ് ഓഫ് നൗ 4 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്കുള്ളത്. 1, 2, 3, 4. അതിൽ 4ാമത്തെ മൊഡ്യൂളാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓരോ മൊഡ്യൂളിനും അപ്പൊ ഏകദേശം ഒരു 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ് അവർ പറയുന്നത്. സെപ്പറേറ്റ് അവരെടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഒരു 4 മൊഡ്യൂൾ ഫോർ 40 മാർക്സ് എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂളിനും 10 ചോദ്യം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ടെക്നിക്കൽ സബ്ജക്ട്സ് കുറച്ചൊന്ന് ഡെപ്തിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ലാസ്റ്റ് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. പിന്നെ PSC ഇപ്പൊ വന്നിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ലെവലും ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, അസർഷൻ റീസൺ ടൈപ്പ്, ട്രൂ ഓർ ഫാൾസ് ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് ഒരു ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം. സോ ആ ഒരു രീതിയിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻ പോകാൻ. നമ്മൾ കമ്മിങ് ഇൻ ടു ദ സിലബസ്, ബിഫോർ സ്റ്റാർട്ടിംഗ് ദ മൊഡ്യൂൾ നമുക്ക് സിലബസിനെ പറ്റി ഒരു ചെറിയ ഐഡിയ ഉണ്ടാവും. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തരാം. യു ക്യാൻ സീ ഹിയർ. ഞാനിവിടെ നമ്മൾ യൂണിറ്റ് 4 ഓക്കെ, യൂണിറ്റ് 4 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 4 സിലബസ് വെച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇത് റെക്കോർഡായിട്ട് കാണുന്ന സമയത്താണെങ്കിൽ യൂണിറ്റ് 3 കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, യൂണിറ്റ് 4 വരാൻ കേട്ടോ. കാരണം യൂണിറ്റ് 3 ലാസ്റ്റ് സെക്ഷൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഇതാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. അത് ചെറിയൊരു ബ്രീഫ് ഐഡിയ മാത്രമേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ യൂസ്ഫുൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിലോട്ട് വരാനായിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ടു ഗിവ് യു ആൻ ഐഡിയ, ഞാൻ നിങ്ങളുടെ സിലബസും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഐ വിൽ ഷെയർ ഇറ്റ്. ഓക്കെ, യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ഇത് പഴയതാണ്. ആ പഴയ സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്. സോ ഫസ്റ്റ് വണ്ണില് ബേസിക്കലി പ്ലാനിങ്, എക്സിക്യൂഷൻ, സ്റ്റാറ്റിസ്റ്റിക് സിസ്റ്റംസ്, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ്, പിന്നെ കുറെ നമ്മുടെ റെപ്രസെന്റേഷൻ മെത്തേഡ്സ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് യൂണിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. കോറിലേഷൻ, റിഗ്രഷൻ, ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഉണ്ട്, ടൈം സീരീസ് മെത്തേഡ്സ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. തേർഡ് മൊഡ്യൂളിൽ പ്രോബബിലിറ്റി ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു എൻഡിങ്ങിലായിട്ട് നിങ്ങൾ ഈ കാണുന്ന ടോപ്പിക്സ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഈ പറയുന്ന ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. ബേസിക് കൺസെപ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സാമ്പിളിംഗിൽ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസിന്റെ ബേസിക് ഐഡിയ ഉണ്ടാവുക. അത് പഠിച്ചാലേ നമുക്ക് യൂണിറ്റ് 4 നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് തിയറി ഓഫ് എസ്റ്റിമേഷൻ ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്ലൈഡിലോട്ട് പോകും. വി ഹാവ് കെപ്റ്റ് ദ സെയിം ഓവർ ഹിയർ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ തിയറി ഓഫ് എസ്റ്റിമേഷൻ ആണ്. ദെൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്, ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, ഷൈ സ്ക്വയർ ടെസ്റ്റ്. ഇപ്പൊ തുടക്കത്തിൽ നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് ഇതൊക്കെയായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല ഐഡിയ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ ഈ ഒരു അജണ്ട എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് ഞാൻ ബേസിക്കലി ഒരു ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്. കാരണം നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് അറിയാൻ പറ്റും ഈ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തിയറി ഓഫ് എസ്റ്റിമേഷൻ എടുക്കാൻ പറ്റൂല. സാമ്പിളിംഗ് ഒക്കെ പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോപ്പുലേഷൻ, പിന്നെ സാമ്പിളിംഗ് ഇങ്ങനത്തെ കുറെ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഡിസ്ട്രിബ്യൂഷൻസ്. എന്നാലും ഈ എസ്റ്റിമേഷൻ എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ പോയിന്റ് എസ്റ്റിമേഷൻ ഉണ്ട്, ഇന്റർവെൽ എസ്റ്റിമേഷൻ ഉണ്ട്. ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കൺസെപ്റ്റ് ഉണ്ട്. കോൺഫിഡൻസ് ഇന്റർവെൽ, പിന്നെ കോൺഫിഡൻസ് ലെവൽ ഉണ്ട്, പിന്നെ സിഗ്നിഫിക്കൻസ് ലെവൽ ഉണ്ട്. ഓക്കെ,
ഇതിനകത്ത് കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാലും ഇപ്പൊ നമ്മൾ സിഗ്നിഫിക്കൻസ് ടെസ്റ്റിലോട്ട് വരുമ്പോഴും എല്ലാവരും ഇല്ലെങ്കിൽ നമ്മൾ ചില നൊട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ബി കൺഫ്യൂസ്ഡ്. അപ്പൊ നമ്മുടെ ഇപ്പോ അതും കൂടെ അവർ ഈ ഒരു സിലബസിൽ മെൻഷൻ ചെയ്യേണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പ്രീ റിക്വസിറ്റ് പോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ കൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് വേറെ മൊഡ്യൂൾസിലൊന്നും ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു അജണ്ട തന്നെ. അപ്പൊ ഈ ഇൻട്രോഡക്ടറി ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്ത് അതിന്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് MCQs ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി പോയിന്റ് എസ്റ്റിമേഷനും ഇന്റർവൽ എസ്റ്റിമേഷനും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ നോക്കേണ്ടി വരും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ ഇൻട്രോഡക്ടറി ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ അതിനുശേഷം നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിനകത്ത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട്, പവർ ഓഫ് ദ ടെസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഓവറോൾ ഐഡിയ ഈ ക്ലാസ്സിൽ കിട്ടി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ ഭയങ്കര ഈസി ആയിപ്പോ. ഓക്കെ, ഇപ്പൊ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, ഷൈ സ്ക്വയർ ടെസ്റ്റ് ഒക്കെ വിൽ ബി ഈസിയർ ഫോർ. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ തരാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, വേരിയൻസ് ഓഫ് എൻ എസ്റ്റിമേറ്റർ. എസ്റ്റിമേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ തിയറി ഓഫ് എസ്റ്റിമേഷനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എസ്റ്റിമേറ്റർ ഈ CR ലോവർ ബൗണ്ടിംഗ് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ല. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രം, അതിന്റെ ബേസിക് കൺസെപ്റ്റ് നല്ല തറവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും, ഒറ്റ സെന്റൻസേ ഉള്ളൂ ഉത്തരം, പക്ഷെ അല്ല, കുറച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഉണ്ടാവണം. അടുത്തതാണെങ്കിലും അൺബൈസ്ഡ് എസ്റ്റിമേറ്റർ, എസ്റ്റിമേറ്ററിന്റെ സെക്ഷനിനകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റർ എന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിനെ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അവര്. അത് മാത്രം എളുപ്പമൊന്നുമല്ല, ഡയറക്റ്റ് ഡെഫിനിഷനോ സ്റ്റേറ്റ്മെന്റോ ഒന്നും അല്ല. നിങ്ങൾ കുറച്ച് ഇരുന്ന് ചിന്തിച്ച് ഉത്തരം കൊടുക്കേണ്ടതാണ്. പിന്നെ റാൻഡം സാമ്പിളിൽ നിന്ന് എ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതൊക്കെ നമ്മൾ എസ്റ്റിമേഷനകത്ത് വരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഈ ടോപ്പിക്കിലെ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യനോളം കിട്ടി അല്ലെ, 10 മാർക്കിൽ. ഇനി അടുത്ത് വരുന്നത് റാൻഡം സാമ്പിൾ ബെസ്റ്റ് ഹൈപ്പോത്തിസിസിനാണ്. ഹൈപ്പോത്തിസിസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ പേടി തോന്നും അല്ലെ നമുക്ക്. പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ഡിഫറൻസ് ഓഫ് പ്രൊപ്പോർഷൻസ്. ഓക്കെ, പിന്നെ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദി വാല്യൂ സ്പെസിഫൈഡ് വാല്യൂ ടെസ്റ്റിംഗിന്റെ ആണ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ്. ഇവിടെ പവർ ഓഫ് ടെസ്റ്റ്, ഇപ്പൊ തന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗും പവർ ഓഫ് ടെസ്റ്റും കൂടെ എല്ലാം കൂടെ എന്ത് വന്നിട്ടുണ്ട്, 3 ക്വസ്റ്റ്യൻ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രൊപ്പോർഷന്റെ ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയല്ലേ, പ്രൊപ്പോർഷന്റെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ആൻഡ് ദെൻ ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അസംഷൻ ഫോർ ടെസ്റ്റിംഗ് ക്വാളിറ്റി ഓഫ് ഇക്വാളിറ്റി ഓഫ് സെവറൽ പോപ്പുലേഷൻ ബൈ F ടെസ്റ്റ്, ഇതും ടെസ്റ്റിംഗ് ആണ്. A cross B കണ്ടിജൻസ് ടേബിൾ, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഇത് എവിടെ നിന്നാണ്, നമുക്ക് ഷൈ സ്ക്വയർ ടെസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. സോ ഇൻ ഓവറോൾ ആയിട്ട് ഇത് മിക്സപ്പ് ആയിട്ട് കിടക്കുവാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ തന്നെ ഇത്രയും പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ കിട്ടി, 4 + 3 7 ക്വസ്റ്റ്യൻസ് കിട്ടി. പക്ഷെ ഇത് അത്ര ടഫ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ യു ഷുഡ് കംപ്ലീറ്റ് ഓൾ ഓഫ് ഇറ്റ്. അപ്പൊ നിങ്ങൾ PSCക്ക് ഒരുവിധം വെയിറ്റേജ് എങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്താൽ മനസ്സിലാവും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, ഉണ്ട് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ എന്നാലും വേർ ആർ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഓൾസോ. ഇപ്പൊ ഇതില് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ കുറച്ച് സിമ്പിൾ ആണ്. ചിലപ്പോൾ ഇത് ചില ക്വസ്റ്റ്യൻസ് ലെങ്ത് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇറ്റ് വിൽ ബി ഈസിയർ. ഓക്കെ, അപ്പൊ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. ദെൻ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പോ ഞാൻ പറയാൻ കൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, നമ്മളൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ എന്താണ് ഇതിൽ പഠിക്കേണ്ടത്, ഇതിൽ നിന്ന് എക്സാമിന് എങ്ങനെയാണ്. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട, ഏത് പഠിച്ചാലും എക്സാമിന് ഇത് ചോദിക്കൂ, ഏതെങ്കിലും ചോദിക്കും, അതെങ്ങനെ ചോദിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അതിലേക്ക് എങ്ങനെ പഠിക്കാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങാൻ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട് 10 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു 4 മെയിൻ ഹെഡിങ് സബ് ഹെഡിങ്സ് ആണ് ഇവർ തന്നിട്ടുള്ളത്. അപ്പൊ ഏകദേശം ഒരു 5-6 സെഷൻസ് വേണം നമുക്ക് ഇതിന്റെ ടോപ്പിക്സ് മൊത്തം. ഞാൻ പറഞ്ഞു, കാരണം ഇതിൽ ഇവർ മെൻഷൻ ചെയ്ത കുറച്ച് പ്രീ റിക്വസിറ്റ്സ് കൂടെ നമുക്ക് വേണം. അതെല്ലാം ഡിസ്കസ് ചെയ്ത് നമുക്ക് ഒരു 4-5 ക്ലാസ് വേണ്ടി വരും, എല്ലാം കൂടി MCQ ഡിസ്കഷൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ഇൻട്രോഡക്ടറി ക്ലാസ് ആണ്. നമുക്ക് വേഗം തന്നെ ടോപ്പിക്സിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, വി വിൽ സ്റ്റാർട്ട് വിത്ത് എന്താണ് ഈ തിയറി ഓഫ് എസ്റ്റിമേഷൻ പറയുന്നതിന് മുന്നേ ഇതാണ് നമ്മൾ ഫസ്റ്റ് സബ് ഹെഡിങ് എന്ന് പറയുന്നത്, തിയറി ഓഫ് എസ്റ്റിമേഷൻ. അതിനകത്ത് പോയിന്റ് എസ്റ്റിമേഷൻ ഉണ്ട്, ഇന്റർവൽ എസ്റ്റിമേഷൻ ഓഫ് മീൻസ്, പ്രൊപ്പോർഷൻ ആൻഡ് വേരിയൻസ്. മീനും പ്രൊപ്പോർഷനും വേരിയൻസും ഇത് ഓർത്ത് വയ്ക്കാം. ഇതിന്റെ പോയിന്റ് എസ്റ്റിമേഷനും ഇന്റർവൽ എസ്റ്റിമേഷനുമാണ് നമ്മൾ തിയറി ഓഫ് എസ്റ്റിമേഷനകത്ത് പഠിക്കുന്നത്. എന്തൊക്കെയാണ്, പോയിന്റ് എസ്റ്റിമേഷനും പഠിക്കും, ഇന്റർവൽ എസ്റ്റിമേഷനും. ആരുടെ എസ്റ്റിമേഷനാണ്, മീനിന്റെ, പ്രൊപ്പോർഷന്റെ, വേരിയൻസിന്റെ. ഈ കൺസെപ്റ്റ്സ് പഠിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്താണെന്ന് പഠിക്കണം. എന്നിട്ട് ഈ എസ്റ്റിമേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് തിയറി ഓഫ് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ സിംപ്ലി എന്താണ്. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കുറെ ടേംസ് ഞാൻ നേരത്തെ പറഞ്ഞു. പോപ്പുലേഷൻ ഉണ്ട്, സാമ്പിൾ ഉണ്ട്,
ദെൻ വി ഹാവ് സാമ്പിളിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ എസ്റ്റിമേഷനിൽ തന്നെ എസ്റ്റിമേറ്റുകളുണ്ട്, എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്, കോൺഫിഡൻസ് ഇന്റർവെൽ ഉണ്ട്, കോൺഫിഡൻസ് ലെവൽ ഉണ്ട്, സിഗ്നിഫിക്കൻസ് ലെവൽ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലാണ് നമുക്ക് ആക്ച്വലി തിയറി ഓഫ് എസ്റ്റിമേഷൻ എന്ത് ചെയ്യാം, ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ തിയറി ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഈ ഒരു ബേസ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രം എ വെരി ബിഗിനിങ് ഇറ്റ്സ് ലെറ്റ് സ്റ്റാർട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയോ ഇൻഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു അനലൈസ് എ ലോട്ട് ഓഫ് ഡേറ്റ. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഡേറ്റയെ മനസ്സിലാക്കി അതിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിലോട്ടോ ആ ഓർഗനൈസേഷനിലോട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഡേറ്റ മനസ്സിലാക്കി അതല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻഫർ ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അതിനെ ഉപയോഗിക്കുക. അതാണ് ബേസിക്കലി ഇൻഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ സിംപ്ലി അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ഈ ഇൻഫർ ചെയ്യാനായിട്ട് പലപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ ഡേറ്റയൊക്കെ ഭയങ്കര വലുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ആ ഹോൾ ഡേറ്റയെ വെച്ച് പ്രോസസ് ചെയ്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡേറ്റ ഹോൾ ഡേറ്റയിൽ നിന്ന് കുറച്ച് ഡേറ്റ മാത്രം എടുത്തിട്ട് അതിനെ പഠിക്കും. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും, ഇത്രയും ഡേറ്റ പോയിന്റ്സ് ഒക്കെ എടുത്തപ്പോൾ നമ്മുടെ ആ ഒരു ഡേറ്റയുടെ പൊതു സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാവും. ഞാൻ വീണ്ടും അതിനകത്തുനിന്ന് വേറെ കുറച്ച് ഡേറ്റ അല്ലെങ്കിൽ ഇതുകൂടെ മിക്സ് ചെയ്ത് വേറെ കുറച്ച് ഡേറ്റ എടുത്തു, വീണ്ടും അത് പഠിച്ചു. അങ്ങനെ കുറച്ച് ഡേറ്റ വെച്ച് എനിക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ പ്രോഗ്രാമുകൾ റൺ ചെയ്യാനും അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഇട്ട് നോക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് സാമ്പിളുകൾ പഠിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഡേറ്റ മാത്രം എടുത്ത് ഞാൻ പഠിച്ച് അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കും. ഈ ഹോൾ ഡേറ്റ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ ഈ ചെറിയ ചെറിയ ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കും. അതിനെയാണ് സിംപ്ലി പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എസ്റ്റിമേഷൻ ഒരു രീതിയിൽ പറഞ്ഞാൽ. ഓക്കെ, ഇതിന് കുറച്ചുകൂടെ ലെവൽ കൂടിയുള്ള കുറെ മെത്തേഡ്സ് കൂടെ ചെയ്യുന്നുണ്ട്. ആ എല്ലാം കൂടെ ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഈ ഡെഫിനേഷൻ ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന്. ഇനി നമുക്ക് ഡെഫിനേഷൻ നോക്കാം. മേക്കിംഗ് ഇൻഫറൻസസ് അബൌട്ട് ദി making inferences about the unknown aspects of a population. അപ്പൊ പോപ്പുലേഷൻ ഇപ്പൊ ഇവിടെ നിന്നോട്ടെ, പോപ്പുലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ നിന്ന് സാമ്പിൾസ് ഡ്രോ ചെയ്തിട്ട് അപ്പൊ ഒരു വലിയ സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് ഡേറ്റ എടുത്തു, ഞാൻ സ്റ്റഡി ചെയ്തു. അടുത്തൊരു സെറ്റ് ഡേറ്റ എടുത്തു, സ്റ്റഡി ചെയ്തു. വീണ്ടും ഒരു സെറ്റ് ഡേറ്റ എടുത്തു, സ്റ്റഡി ചെയ്തു. ഇങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവരുടെ ഡേറ്റ ഇങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്നത്. എല്ലാത്തിനും ഒരു പാറ്റേൺ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഈ 3 സാമ്പിൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ 3 ഗ്രൂപ്പ് ഓഫ് ഡേറ്റ എടുത്തപ്പോഴും ഇതിന്റെ സ്വഭാവം ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് ഈ മൊത്തത്തിന്റെയും സ്വഭാവം ഇങ്ങനെ ആയിരിക്കും എന്ന് അനുമാനിക്കാം, നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ ഇൻഫർ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രോസസ്സാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നാണ്. അപ്പൊ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രോസസ് ഇല്ലേ, വലിയ ഡാറ്റ കൊച്ചു കൊച്ചു ഡേറ്റകൾ എടുത്ത് സ്റ്റഡി ചെയ്യുന്നത്, അതാണ് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് പോകാനുള്ള ചാൻസ്. ഒരു ചാൻസ് അല്ല, അതിലേക്ക് പോകാനുള്ള ഒരു റീസൺ. Now, the unknown aspects may be in the form of probability distribution of the population or values of parameters. Okay, ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ പോകുമ്പോൾ മനസ്സിലാവും. പാരാമീറ്റർ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, പോപ്പുലേഷൻ, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ ബേസിക്കലി എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അത് രണ്ടായിട്ട് തിരിക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന് 2 ഡിവിഷൻ സബ് ഡിവിഷൻസ് ആയിട്ട് പറയാം. അതിൽ ഫസ്റ്റ് ആണ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്, രണ്ടാമത് നമ്മൾ ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യും. അപ്പോ ഇങ്ങനെ ചിന്തിക്കാം, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു റോ ഡേറ്റ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിനുവേണ്ടി നമ്മൾ എസ്റ്റിമേഷൻ ഉപയോഗിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ അത് സ്റ്റഡി ചെയ്ത് എസ്റ്റിമേറ്റ് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് ഇൻഫറൻസ് കിട്ടി. അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പോത്തിസിസ് ശരിയാകാം തെറ്റാകാം. അത് ശരിയാകാനുള്ള ചാൻസും തെറ്റാകാനുള്ള ചാൻസും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, നല്ല രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കേണ്ട ഒരു കാര്യമാണ്. നൗ എസ്റ്റിമേഷൻ എന്താന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. തിയറി ഓഫ് എസ്റ്റിമേഷൻ ആണ് നമ്മുടെ ടോപ്പിക്. തിയറി ഓഫ് എസ്റ്റിമേഷന്റെ ഫാദർ അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചതാണ് പ്രൊഫസർ R.F. ഫിഷർ ആണ് കണ്ടുപിടിച്ചത്. ആൻഡ് അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാറുണ്ട്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക. ഇതൊക്കെ PSC ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ജനറൽ PSC ഒക്കെ ഫാദർ എന്നൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ബട്ട് ഇനി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസർ R.F. ഫിഷർ ആണ്.
അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഒക്കെ ചെയ്യുന്ന കാര്യം ഇത് എന്തിനു ചെയ്യണം നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഒരുപാട് വലിയ ഡേറ്റ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ആ വലിയ ഡേറ്റ എന്തിനാ പ്രോസസ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും യൂസ് വേണ്ടേ? നമുക്ക് അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാവണം ഇതിന്. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും എസ്റ്റിമേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ക്വാണ്ടിഫൈങ് അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. ഞാൻ പറഞ്ഞു വലിയൊരു ഡേറ്റയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഡേറ്റകൾ എടുത്തു. ഈ വലിയ മൊത്തത്തിലുള്ള ഡേറ്റ നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കുക. പോപ്പുലേഷന്റെ സ്വഭാവങ്ങളാണ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന് എത്ര അളവുണ്ട് എന്നുള്ളതൊക്കെ അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ബേസിക്കലി എസ്റ്റിമേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാ സെറ്റിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് തിങ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് അലൗസ് ടു വെരിഫൈ ആൻഡ് സർവേ റിസൾട്ട്സ് സയന്റിഫിക്കലി ഇൻസ്റ്റെഡ് ഓഫ് റിലൈങ് ഓൺ അസംഷൻസ്. ഇപ്പൊ ചില സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡേറ്റ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒന്നും ശരിയാവാത്ത അവസ്ഥയിൽ നമുക്ക് ചുമ്മാ അസ്യൂം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ വി ആർ ഹാൻഡ്ലിംഗ് വിത്ത് ഡേറ്റ. അപ്പോൾ അനാവശ്യമായിട്ട് അസംഷൻസ് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതാണ് ബേസിക്കലി വെരിഫൈ ചെയ്യണം, വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ സിലബസിൽ അടുത്ത് പറഞ്ഞിട്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, പവർ ഓഫ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ബേസിക്കലി ഇതിൽ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോ ഇവിടെ കുറേയൊക്കെ ഊഹം വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എക്സാക്ട് വാല്യൂ ഒരിടവും കിട്ടുന്നില്ല. അപ്പൊ നമ്മളൊരു ട്രയൽ ആൻഡ് റൺ പോലെ ഇങ്ങനെ ചെയ്ത് ഒരു ഐഡിയയിൽ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. എക്സാക്ട് വാല്യൂസ് ഇല്ല. അപ്പൊ അവിടെ എറർ വരാൻ ചാൻസ് ഉണ്ട്. ആ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, പവർ ഓഫ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഒന്നിൽ കൂടുതൽ ഡേറ്റാ സെറ്റുകളെ കമ്പയർ ചെയ്യേണ്ട സ്ഥലത്താണ് നമ്മൾ ഈ ടെസ്റ്റ് ഫോർ മീൻസ്, പ്രൊപ്പോർഷൻ, വേരിയൻസ്. ഇവിടെ സിലബസിൽ നിങ്ങൾ ലാസ്റ്റിലോട്ട് വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ സാമ്പിൾ ഡേറ്റാ സെറ്റ് ലാർജ് ആകാം, സ്മോൾ ആകാം. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡേറ്റ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും അത് ഹെൽപ്പ് ഇൻ ഹാൻഡ്ലിംഗ് റിയൽ വേൾഡ് ഡേറ്റാ സിറ്റുവേഷൻസ്. ഇതൊക്കെ ചുമ്മാതെ നമ്മൾ ചെയ്യുന്നതല്ല. റിയൽ വേൾഡിലെ ഡേറ്റാ സിറ്റുവേഷൻസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അവിടെ സാമ്പിൾസ് ഒബ്വിയസ് ആയിട്ട് വേരി ചെയ്യും. നമ്മൾ ഒരു സ്കൂളിലെ ഡേറ്റാ സെറ്റ് എടുത്തിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. അത് വളരെ ചെറിയൊരു ഡേറ്റാ സെറ്റ് ആണ്. ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു സ്റ്റഡി നടത്തുന്നത് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ ന്യൂസുകളിൽ കേൾക്കാറുണ്ട്. ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് പറയും, അല്ലെങ്കിൽ ഇത്ര റാങ്കിങ് പറയും, ഇന്ത്യ ഇത്രാമതാണ്, അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റ് ഇത്രാമതാണ്. അതൊക്കെ ഡേറ്റ കളക്ട് ചെയ്ത് ഇതുപോലെ അനാലിസിസ് ചെയ്യുന്നതാണ്. അവർ അതിനെ കുറെ ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അതിന്റെ റിസൾട്ട്സ് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ആ സാമ്പിൾ സൈസ് റിയൽ ലൈഫിൽ നോക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ചെയ്യാം, കൺട്രി വൈഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സൽ ഇന്റർനാഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ സാമ്പിൾ നമ്മൾ എടുക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ ചെറുതാകാൻ വലുതാവും. അപ്പൊ അതനുസരിച്ച് ഡിഫറെന്റ് നമ്മുടെ മെത്തേഡ്സും റിലയബിൾ ആവണമെങ്കിൽ നമ്മൾ മാറി പഠിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഈ ലാർജ് സാമ്പിൾ, സ്മോൾ സാമ്പിളിനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡുകൾ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഷൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ ടോപ്പിക്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്നും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ എവിടെ എത്തുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ട്. സോ ദിസ് വാസ് ജസ്റ്റ് ടു ബിൽഡ് വാട്ട് ഇസ് എസ്റ്റിമേഷൻ. നമ്മുടെ മെയിൻ മാത്തമാറ്റിക്കൽ സൈഡൊക്കെ ഇനി കിടക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇതിലെ ഓരോ ടേംസ്. ഞാൻ ഈ സ്ലൈഡിൽ നോട്ട്സിലൊന്നും ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും വെച്ചിട്ടില്ല. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദി ഇമ്പോർട്ടന്റ്. ഇതിലെ ഓരോ സെന്റൻസും വായിക്കണം, മനസ്സിലാക്കണം, പഠിച്ചു പോകണം. കാരണം ഇതിൽ നിന്ന് എവിടെ നിന്ന് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അനാവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ വെച്ചിട്ടില്ല. ഓക്കെ, സോ യു ഹാവ് ടു ലിസൺ. അഡീഷണൽ പോയിന്റ്സിൽ ഞാൻ പറഞ്ഞു പോകും, അതും നോട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ടിങ്ങില് നമുക്ക് പറഞ്ഞു തിയറി ഓഫ് എസ്റ്റിമേഷൻ കുറച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് വേണം കുറച്ച് ടേംസിന്റെ. അതാണ് ഞാനിപ്പോ പറയുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് വാട്ട് ഈസ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡേറ്റ വെച്ചിട്ടാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, ഈ ഇൻഫറൻസ് എടുക്കുന്നതും അല്ലെങ്കിൽ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നതും. വാട്ട് എവർ വി ആർ ഡൂയിങ് ഒരു വലിയ ഡേറ്റാ സെറ്റിലാണ്. ഈ ഹോൾ ഒബ്സർവേഷൻസ്, ഈ ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വോട്ടേഴ്സിന്റെ ഈ വർഷത്തെ ഇലക്ഷന് മുന്നേ വോട്ടേഴ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്ത് അവര് എത്ര പേര് ഇപ്പൊ ഉണ്ട്, എത്ര പേര് ഒരു വർഷത്തിനകം വോട്ടേഴ്സ് ആകും, അങ്ങനെയൊക്കെയുള്ള കുറെ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കളക്ട് ചെയ്ത ഒരു ഹ്യൂജ് ഡേറ്റാ സെറ്റ് ഉണ്ട്. എല്ലാ ഡേറ്റയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ മൊത്തത്തിലുള്ള എല്ലാ ഡേറ്റയും, എല്ലാ ഫാമിലീസിലെ ഓരോ അംഗങ്ങളുടെയും ഡേറ്റ എടുക്കുന്ന ആ ഫുൾ ഡേറ്റ, അതാണ് നമ്മൾ റോ ഡേറ്റാ സെറ്റ് എന്ന് പറഞ്ഞാൽ. ആ മൊത്തം ഡേറ്റയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്,
പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെയാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഇതിനായിരിക്കും നമ്മൾ ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഇതില് എത്ര പേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്, എത്ര പേര് കേരളത്തിൽ നിന്നുള്ളവരാണ്, ഇതിൽ എത്ര പേരാണ് വോട്ടിംഗ് ചെയ്യുന്നത്, വോട്ടിങ്ങിന് പോവാത്ത എത്ര ശതമാനം ആൾക്കാരുണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഇറ്റ്സ് നോട്ട് ഈസി. ഇത്രയും വലിയൊരു മാസീവ് ഡേറ്റ സെറ്റ് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവരുടെ വോട്ടിംഗ് പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ ഹോൾ ഡേറ്റ സെറ്റ് ആലോചിച്ച് മില്യൺസ് ഓഫ് പീപ്പിൾ താമസിക്കുന്നത്, കോടിക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിൽ താമസിക്കുന്നത്. അപ്പൊ അത്ര ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്ത് നമുക്കൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഇട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ ആണോ? അല്ല. അപ്പൊ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ സാമ്പിളിംഗ് ചെയ്ത് അതിൽ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുക്കാറ് ആണ് പതിവുള്ളത്. അപ്പോ ഈ ഹോൾ ഡേറ്റ സെറ്റിനെ വി കോൾ ഇറ്റ് ആസ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഞാനിപ്പോ പറയണു, ഒരു ഇതില് ആവറേജ് വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ, വോട്ടിംഗ് പീപ്പിളിൽ ഒരു ആവറേജ് ഏജ് എത്രയാണ്, ഏറ്റവും കൂടുതൽ വോട്ടിംഗ് വരുന്ന ഒരു ആവറേജ് ഏജ്. ഓക്കെ, ഇതൊരു ആവറേജ് ലെവൽ വാല്യൂ ആണ് ചോദിച്ചത്. ഇതൊരു വാല്യൂ ഞാൻ ചോദിച്ചതാണ് ഈ ഹോൾ ഡേറ്റ സെറ്റിനെ പറ്റി. ഇതിനെ ഞാൻ പാരാമീറ്റർ എന്നാണ് വിളിക്കുന്നത്. എപ്പോഴും ഓർക്കുക, നമ്മൾ ഒരു പോപ്പുലേഷന്റെ ഒരു സ്വഭാവം പഠിക്കാൻ വേണ്ടി അതിന്റെ എന്തെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നു എന്ന് വെച്ചാൽ അതിനെ നമ്മൾ പാരാമീറ്റർ, പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് വിളിക്കുന്നു. സോ യു ഹാവ് ടു ഓൾവേസ് റിമെമ്പർ പോപ്പുലേഷന്റെ ഇപ്പം എന്റെ അടുത്ത് എന്റെ സ്വഭാവം എന്തൊക്കെയെന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ കുറച്ച് ക്വാളിറ്റീസ് വരാം, അതൊക്കെ എന്റെ സ്വഭാവങ്ങളാണ്. അതുപോലെ ഒരു പോപ്പുലേഷനെ, ആ പോപ്പുലേഷന്റെ അതിന്റെ ആ ഡേറ്റയെ യുണീക്ക് ആക്കുന്നത് അതിന്റെ ചില ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചില പ്രോപ്പർട്ടീസോ ക്യാരക്ടറിസ്റ്റിക്സോ ഉണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, രണ്ട് ടേംസ് ഓർത്ത് വെച്ചിരിക്കാം. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് യൂഷ്വലി ഫിക്സ്ഡ് ആൻഡ് അൺനോൺ ആണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു പോപ്പുലേഷന്റെ പാരാമീറ്റർ ഫിക്സ്ഡ് ആണോ അതോ അൺഫിക്സ്ഡ് ആണോ? പരീക്ഷ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ വരും, പരീക്ഷ സമയത്ത് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കുമ്പോൾ ഫിക്സ്ഡ് ആയിരുന്നോ അൺഫിക്സ്ഡ് ആയിരുന്നോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരും. ഇപ്പൊ ഫിക്സ്ഡ് ആണോ അൺഫിക്സ്ഡ് ആണോ എന്ന് നോക്കാം. നോൺ വാല്യൂസ് ആണോ, അറിയാവുന്ന വാല്യൂസ് ആണോ, അൺനോൺ വാല്യൂസ് ആണോ? ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ ഇത് ഫിക്സ്ഡ് വാല്യൂ ആണ്. ഇപ്പൊ ഇത്രയും ഡേറ്റ സെറ്റ് ഉണ്ട്, ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ എക്സാക്ട്ലി ഇപ്പൊ ഫുൾ ഡേറ്റ ഉണ്ട്, എല്ലാ നമ്പേഴ്സും എന്റെ കയ്യിലുണ്ട്. ഞാനൊരു ഷീറ്റ് എക്സൽ ഷീറ്റിലോ ഒരു വലിയൊരു സോഫ്റ്റ്വെയർ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. ഇപ്പൊ ആവറേജ് ഏജ് എന്ന് പറയുന്നത് എനിക്കൊരു വാല്യൂ കിട്ടൂലേ? അപ്പൊ ഇതൊരു ഫിക്സ്ഡ് വാല്യൂ അല്ലേ? ആണ്, ഫിക്സ്ഡ് വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് ഫിക്സ്ഡ്, അൺഫിക്സ്ഡ് അല്ല. ഇനി അറിയാമോ, ഈ വാല്യൂ നമുക്ക് അറിയാമോ എന്നുള്ളതാണ്. ഇത് ഞാൻ ഈ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ എന്തായാലും നിശ്ചിതമായിട്ട് കാണും. ഇത്ര കോടി ആൾക്കാർ താമസിക്കുന്നിട്ട് അതിനൊരു ആവറേജ് ഏജ് ഉണ്ടാകുമോ? ഉണ്ടാകും. ഒരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ടാകുമോ? ഉണ്ടാകും. പക്ഷെ അത് നമുക്ക് അറിയാമോ? അതാണ് അവിടുത്തെ ചോദ്യം. നമുക്കൊരു പോപ്പുലേഷന്റെ പാരാമീറ്റർ കറക്റ്റ് ആയിട്ട് എക്സാക്ട് വാല്യൂ ഉണ്ടെന്നോ, അത് ആ എക്സാക്ട് വാല്യൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അറിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ നമ്മൾ ഈ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അപ്പോ അത് അൺനോൺ ആണ്, നോൺ അല്ല, ഇറ്റ് ഈസ് അൺനോൺ. ഓക്കെ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കീ ടേംസ് പഠിച്ച എന്തൊക്കെയാണ്? പോപ്പുലേഷൻ എന്താണെന്ന് പഠിച്ചു, പോപ്പുലേഷൻ. ദെൻ പാരാമീറ്റേഴ്സ് എന്തെന്ന് പഠിച്ചു, പാരാമീറ്റേഴ്സിന്റെ സ്വഭാവം പഠിച്ചു, ഫിക്സ്ഡ് വാല്യൂസ് ഉണ്ട്, പിന്നെ അൺനോൺ ആണെന്നും പഠിച്ചു. ഓക്കെ, ഇപ്പൊ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? പോപ്പുലേഷന്റെ മീൻ വരാം, പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ വരാം, പോപ്പുലേഷന്റെ വേരിയൻസ് വരാം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി വരുന്നത്. ഒരു പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പൊതുവെ പഠിക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാൻ യൂസ് ചെയ്യുന്ന ഈ 3 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഉള്ളൂ. ഈ പോപ്പുലേഷന്റെ മീനിനെ നമ്മൾ മ്യൂ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പോപ്പുലേഷന്റെ പ്രൊപ്പോർഷനെ പി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പോപ്പുലേഷന്റെ വേരിയൻസിനെ സിഗ്മ സ്ക്വയർ. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പറയാം, വേരിയൻസ് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ സിഗ്മ എന്നിട്ടാൽ മതി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ബേസിക്കലി ഇപ്പൊ നിങ്ങൾക്ക് ഈ മ്യൂ സിഗ്മയൊക്കെ പ്രോബിലിറ്റി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും ഇത് പഠിക്കാൻ. ഓക്കെ, സാമ്പിളിലോട്ട് കടക്കുന്നതിന് മുന്നേ I will give you the definitions അല്ല ഇക്വേഷൻസ്. ഈ പോപ്പുലേഷൻ മീൻ, പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ വേരിയൻസ് 3 ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞില്ലേ. ഇതിന്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതിയെടുക്കാം നമുക്ക്. ഫസ്റ്റ് മീൻ. ഓക്കെ, മീൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോപ്പുലേഷന്റെ മീനിനെ നമ്മൾ മ്യൂ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സാധാരണ ഒരു മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെ. അപ്പൊ സം ഓഫ് x1 x2 x3 എന്ന് പറഞ്ഞിട്ടാണ് ഒബ്സർവേഷൻസ് പോകുന്നെങ്കിൽ സം ഓഫ് ഒബ്സർവേഷൻ സിഗ്മ xi എഴുതാം.
ഇനി ഇതില് പോപ്പുലേഷന് പൊതുവെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് വിളിക്കും കേട്ടോ. ക്യാപിറ്റൽ പോപ്പുലേഷന്റെ സൈസ് എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സം ഓഫ് ഓൾ ദ വാല്യൂസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ സൈസ്. അപ്പൊ ഇവിടെ എഴുതിക്കോ ടോട്ടൽ പോപ്പുലേഷൻ സൈസ് എൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് മീൻ കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തത് പ്രൊപ്പോർഷൻ. അതിന് മുന്നേ ഓക്കെ പ്രൊപ്പോർഷൻ എഴുതാം. പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. പി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു നമ്പർ ഓഫ് സക്സസസ് ഇൻ ദ പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ എത്ര സക്സസസ് ഉണ്ട് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ സൈസ് ആണ്. അതായത് പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ തന്നെ ഇപ്പൊ ഞാനൊരു വലിയ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ കാണിച്ചിരുന്നത് ഇതാണ് എന്റെ പോപ്പുലേഷൻ. അപ്പൊ ഇതിൽ ഓറഞ്ച് കാണിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തത്. അതായത് വോട്ടിംഗ് ചെയ്യുന്നുണ്ട് 80 വയസ്സിന് മേലെയാണ്. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഇത്രയും ആൾക്കാരാണ് സക്സസ് ആയത്, ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയക്ക് സക്സസ് ആയത്. അപ്പോ ഈ സക്സസസ് എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 ഔട്ട് ഓഫ് ഇത് നമുക്കൊരു റഫ് ഒരു 100 എടുക്കാം. ഔട്ട് ഓഫ് 100 ഇതാണ് നമ്മുടെ പ്രൊപ്പോർഷൻ. അപ്പൊ ഏതൊരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്, ആ ക്രൈറ്റീരിയക്ക് സക്സസ് ആവുന്ന ഒരു നമ്പർ ഉണ്ട്, നമ്പർ ഓഫ് സക്സസസ് ഉണ്ട്. അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ സൈസ്, അതിനെയാണ് നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി ലാസ്റ്റ് വരുന്നത് പോപ്പുലേഷൻ വേരിയൻസ് ആണ്. അതിനെ നമ്മൾ സിഗ്മ സ്ക്വയർ എന്ന് വിളിക്കും. സിഗ്മ സ്ക്വയർ. സാധാരണ നിങ്ങൾക്ക് വേരിയൻസിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സ് ഐ മൈനസ് മ്യൂ. മീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? മ്യൂ ആണ്. പോപ്പുലേഷന്റെ മീനും മ്യൂ ആണ്. ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സാമ്പിൾ. ഇത് പോപ്പുലേഷന്റെ സൈസ് എൻ ആണ്. ഇവിടെ ഒരു റൂട്ടും കൂടെ വരും, സ്ക്വയർ റൂട്ടും കൂടെ വരും. ഇതാണ് പോപ്പുലേഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്നല്ല, ഇനി തൊട്ട് നമ്മൾ പാരാമീറ്റേഴ്സ് എന്നായിരിക്കും ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്ലൈഡിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, സാമ്പിളിംഗ് എന്താണ്, ഇൻഫറൻസ് എന്താണെന്നൊക്കെയാണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വെച്ചിരുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോ ഈ ഹോൾ എല്ലാ ഡേറ്റയും ഒബ്സർവേഷൻസും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു, അതാണ് എന്റെ സാമ്പിൾ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിൽ നിന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് കുറച്ച് ഡേറ്റ സെറ്റിനെ മാത്രം സെലക്ട് ചെയ്ത് മാറ്റി വെക്കുന്ന ആ പ്രോസസ്സാണ് സാമ്പിളിംഗ്. ഇതിന് ഞാൻ സ്റ്റഡി നടത്തും, അനലൈസ് ചെയ്യും, ഇതെല്ലാം ചെയ്ത് കുറെ കൺക്ലൂഷൻസിലെത്തും. അതിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻഫറൻസ് എന്ന് പറയുന്നത്. എന്തിനെ പറ്റിയുള്ള കൺക്ലൂഷൻസാ? ഞാൻ ഇത് പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയതൊക്കെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ നമ്മുടെ പോപ്പുലേഷന്റെയും സ്വഭാവം ഇങ്ങനെയൊക്കെ ആകും എന്ന്. ഇപ്പം ആവറേജ് വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 35 ആണ്. പിന്നെ ആവറേജ് മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണ് വരുന്നത്. അപ്പൊ ഇത് സാമ്പിളിലൊക്കെ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോപ്പുലേഷനും ഇങ്ങനെ ആയിരിക്കും. ഇതിന് എനിക്ക് കിട്ടിയ വാല്യൂസ് ആണ് ഇത് രണ്ടും. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും പോപ്പുലേഷൻ എന്ന് പറയുന്ന ആ പരിപാടിയാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കും. ഇത് ജസ്റ്റ് ബേസിക് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സാമ്പിളിലേക്ക് പോകാം. നമ്മളിപ്പോ നേരത്തെ പോപ്പുലേഷൻ പറഞ്ഞു, പോപ്പുലേഷൻ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യും. സാമ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ സാമ്പിൾ? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് selected from the population for the purpose of analysis. നമ്മൾ പറഞ്ഞു പോപ്പുലേഷനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി അതിൽ നമ്മൾ എടുക്കുന്ന ഒരു സബ്സെറ്റ് ആണ്, സബ്സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. അതിൽ എല്ലാ ഒബ്സർവേഷനും കാണില്ല, കുറെ ഒബ്സർവേഷൻസ് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സിൻസ് സ്റ്റഡിങ് ദ ഹോൾ പോപ്പുലേഷൻ ഈസ് ഓഫൺ ഇംപ്രാക്ടിക്കൽ, എസ്റ്റിമേഷൻ റിലൈസ് ഓൺ സാമ്പിൾ ഡേറ്റ. അപ്പൊ എപ്പോഴും നമുക്ക് ഈ വലിയ ഡേറ്റ ഒക്കെ കിട്ടും, അത് മൊത്തത്തിൽ എടുത്ത് വെച്ച് സ്റ്റഡി ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ സാമ്പിൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതിനെ സ്റ്റഡി ചെയ്യുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പോപ്പുലേഷൻ പറഞ്ഞപ്പോ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പാരാമീറ്റേഴ്സ് എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെയും പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്തു.
സാമ്പിളിന് നമ്മൾ ഇതുപോലെ കുറെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കില്ല. അതിന് പക്ഷെ നമ്മൾ പാരാമീറ്റർ എന്നല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്, പോപ്പുലേഷൻ പാരാമീറ്റർ, അങ്ങനെയുള്ള പോപ്പുലേഷന്റെ പാരാമീറ്ററും സാമ്പിളിന്റെ സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് പറയുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ ഈ സാമ്പിൾ ഇപ്പൊ ഇതൊരു പോപ്പുലേഷൻ ആണ്, ഇതിൽ നിന്ന് ഒരു സാമ്പിൾ മാത്രമാണ് ഞാൻ എടുത്തത്. ഈ ഡേറ്റ മാത്രം വെച്ചിട്ടായിരിക്കും നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറയും സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്ര കിട്ടി, അപ്പൊ പോപ്പുലേഷൻ ഇത്ര ആയിരിക്കും എന്ന് നമുക്ക് അത് വെച്ചിട്ട് എക്സ്ട്രാപ്പുലേഷൻ ചെയ്യുന്ന പോലെ ചെയ്ത് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം നമ്മൾ പറയുവാണ്, ഇപ്പൊ ഇത് ഒരു പോപ്പുലേഷൻ, ഈ പോപ്പുലേഷൻ മാറുന്നില്ല, ഈ റോ ഡേറ്റ സെറ്റ് മാറുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഇത് എന്റെ പോപ്പുലേഷൻ ആണ്, ഞാൻ എടുത്തു വെച്ച എല്ലാ വാല്യൂസും ഇതിനകത്തുണ്ട്, ആ വോട്ടിങ്ങിന്റെ എല്ലാ വാല്യൂസും ഇതിനകത്ത് തന്നെയാണ്. ഞാൻ ആദ്യം സ്റ്റഡി ചെയ്യാൻ ഈ ഒരു സാമ്പിൾ എടുത്തു, കണ്ടുപിടിച്ചു, ആവറേജും കാര്യങ്ങളും എന്തൊക്കെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇത് ഞാൻ ഇവിടെ വേറൊരു സാമ്പിൾ എടുത്തു, അതിൽ നിന്നും ഈ സംഭവങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോ സാമ്പിൾ മാറുന്നതനുസരിച്ച് ഈ പറഞ്ഞ വാല്യൂസ് മാറത്തില്ലേ? കാരണം ഡേറ്റ ഒന്ന് ഇവിടെ കിടക്കുന്നത്, ബാക്കി ഡേറ്റ ഒക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഒബ്വിയസ് ആയിട്ട് എന്തുണ്ടാവും? കുറച്ച് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അപ്പോ സാമ്പിൾ മാറുന്നതനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക് മാറും. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. സാമ്പിൾ മാറുമ്പോൾ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മാറും, പാരാമീറ്റർ മാറത്തില്ല. അൺലൈക്ക് പാരാമീറ്റേഴ്സ്, കാരണം പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ അല്ലേ ഉള്ളൂ, അത് വേറെ പോപ്പുലേഷൻ വരുമ്പോൾ മാറും സ്വാഭാവികം. പക്ഷെ നമുക്കിപ്പോ ഒറ്റ പോപ്പുലേഷൻ, അതിനകത്ത് കുറെ സാമ്പിളല്ലേ ഉള്ളൂ. അപ്പൊ സാമ്പിളിന്റെ അത് മാറിയെന്നും പറഞ്ഞ് പോപ്പുലേഷൻ അത് മാറുമോ? ഒരിക്കൽ ചെയ്തത് അടുത്ത് കണ്ടുപിടിക്കുമ്പോൾ മാറുമോ? ഇല്ല, അത് കോൺസ്റ്റന്റ്. അതാണ് നമ്മൾ ഫിക്സ്ഡ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് ആയിട്ട് ചെയ്യാൻ ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്. അത് നമ്മൾ അകത്തുനിന്ന് എടുക്കുന്ന സാമ്പിളിന്റെ വാല്യൂ മാറിപ്പോ ചിലപ്പോൾ 5 സാമ്പിൾ എടുത്ത് സ്റ്റഡി ചെയ്യുമ്പോൾ 5ന് ഡിഫറെന്റ് വാല്യൂ ആയിരിക്കും. പക്ഷെ ആക്ച്വൽ വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ അങ്ങനെ തന്നെ അത് നിൽക്കുക, അത് മാറത്തില്ല. അത് വേറെ പോപ്പുലേഷൻ എടുത്താലേ മാറും. അപ്പൊ അതുകൂടെ ഇവിടെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് ചെയ്യാം. അപ്പൊ സാമ്പിൾ എന്തൊക്കെയാ പഠിച്ചത്? സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ സബ്സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ബേസിക്കലി നമുക്ക് പോപ്പുലേഷൻ മൊത്തത്തിൽ പഠിക്കാൻ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനൊരു സാമ്പിൾ എടുത്തിട്ട് പഠിക്കുന്നു. ഇനി സാമ്പിളിന്റെ പ്രോപ്പർട്ടീസിനെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക് എപ്പോഴും എന്താണ്? ഓരോ സാമ്പിൾ മാറുന്നതനുസരിച്ച് വേരി ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ നേരത്തെ പോപ്പുലേഷൻ പാരാമീറ്ററിൽ പോപ്പുലേഷൻ മീൻ പറഞ്ഞു, പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ പറഞ്ഞു, പോപ്പുലേഷൻ വേരിയൻസ് പറഞ്ഞു. അതുപോലെ സാമ്പിളിലും എന്തൊക്കെയുണ്ട്? മീൻ ഉണ്ട്, പ്രൊപ്പോർഷൻ ഉണ്ട്, വേരിയൻസ് ഉണ്ട്. അതിന്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതിയാലോ? പോപ്പുലേഷന്റെ മീന് മ്യൂ ആയിരുന്നു, പ്രൊപ്പോർഷൻ പി ആയിരുന്നു, ദെൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. ഇനി ഇത് സാമ്പിളിലോട്ട്, ദിസ് ഈസ് ഫോർ പോപ്പുലേഷൻ. സാമ്പിളിലോട്ട് വരുമ്പോ മീനിനെ നമ്മൾ സാധാ എക്സ് ബാർ എന്ന് വിളിക്കും. പ്രൊപ്പോർഷന് ചിലയിടത്തൊക്കെ പി എന്ന് വിളിക്കും, ചിലയിടത്തൊക്കെ പി ക്യാപ്പ് കാണും. പിന്നെ സിഗ്മ സ്ക്വയറിന് എസ് എന്നാണ് വിളിക്കുന്നത്, എസ് സ്ക്വയർ. ഓക്കെ, വേരിയൻസിന്. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതിയാലോ? വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻസ്. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. അത് വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന സാമ്പിളില് ഒരു പോപ്പുലേഷൻ ഉണ്ട്, അതിൽ നിന്നൊരു സാമ്പിൾ എടുത്തു. ഇതില് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് സ്മോൾ എൻ, അതിന്റെ സൈസ്, സാമ്പിളിന്റെ സൈസ് എൻ ആണ്. ഞാൻ വേറൊരു സാമ്പിൾ എടുത്തു, എൻ ഈസ് ഈക്വൽ ടു, ഇവിടെ 13 ഒബ്സർവേഷൻസ് ഉണ്ട്. ഈ സാമ്പിൾ എടുത്തപ്പോ 30 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എൻ എത്രയാ? 30 ആണ്. അപ്പൊ ഇങ്ങനെ ഒബ്സർവേഷൻസ് മാറും. പിന്നെ എന്താണ്? സം ഓഫ് ഈ 13 എണ്ണത്തിന്റെയും സമ്മാണ് സിഗ്മ എക്സ് ഐ എന്ന് പറയുന്നത്. ഈ 13 x1, x2, x3 അങ്ങനെ x13 വരെ ഈ സാമ്പിളിലുണ്ട്. ഇവിടെ ആണെങ്കിലോ x1, x2, x3 അപ് ടു x30 വരെ ഉണ്ട്. അപ്പൊ ഇതിന്റെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 30 ചെയ്യുന്നത് ഈ സാമ്പിളിന്റെ മീൻ കിട്ടും. ഇവിടത്തെ സം എടുത്തിട്ട് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഇവിടത്തെ സാമ്പിളിന്റെ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടത്തെ മീൻ കിട്ടും. അതാണ് ബേസിക്കലി സാധാരണ മീൻ കണ്ടുപിടിക്കുന്നത്. പോപ്പുലേഷൻ ആണെങ്കിൽ പോപ്പുലേഷന്റെ മൊത്തം ഒബ്സർവേഷൻസിനെ കൺസിഡർ ചെയ്യും, സാമ്പിൾ ആണെങ്കിൽ ആ സാമ്പിളിൽ എടുത്തിട്ടുള്ള എല്ലാ ഒബ്സർവേഷൻസിനെ കൺസിഡർ ചെയ്യും. അപ്പൊ ഇക്വേഷൻ സെയിം ആണ് കേട്ടോ, എക്സ് ഐ ബൈ എൻ. ഇവിടെ സ്മോൾ ലെറ്റർ എൻ ആണ്, നമ്മൾ പോപ്പുലേഷൻ സൈസ് അല്ല, ഇവിടെ സാമ്പിളിന്റെ സൈസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ ആണ്. സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ വിച്ച് ഇസ് പി ക്യാപ്പ് എന്ന് നമുക്ക് വിളിക്കാം. ഇതും നേരത്തെ പറഞ്ഞ പോലത്തെ പി ക്യാപ്പ് അല്ലെങ്കിൽ പി എന്ന് കൊടുത്തു, ചിലയിടത്തൊക്കെ സ്മോൾ പി തന്നെ കിടക്കുന്നത്. ഇവിടെ നേരത്തെ നമ്പർ ഓഫ് സക്സസസ് ബൈ
സാമ്പിൾ സൈസ്. ഇതെന്താണ്? നമ്പർ ഓഫ് സക്സസ്. നമ്മളൊരു ക്രൈറ്റീരിയ എടുക്കുമ്പോൾ ആ ക്രൈറ്റീരിയയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര ഒബ്സർവേഷൻസ് നമ്മുടെ സാമ്പിളിൽ ഉണ്ടോ അതാണ് ഇവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത്. നമ്പർ ഓഫ് സക്സസസ്. എന്ന് കാണുമ്പോൾ ചെറിയൊരു WM പോലെയൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് സ്മോൾ ലെറ്റർ N കേട്ടോ. എക്സ് ഡിവൈഡഡ് ബൈ N വിച്ച് ഇസ് ദി സാമ്പിൾ സൈസ് എന്ന് എഴുതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി തേർഡ് ഇക്വേഷൻ വരുന്നത് സാമ്പിൾ വേരിയൻസ്. പ്രൊപ്പോർഷൻ കഴിഞ്ഞല്ല. സാമ്പിൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് അല്ല, എസ് സ്ക്വയർ അല്ലേ, വേരിയൻസ് എസ് സ്ക്വയർ ആണ്. നമ്മൾ ഇവിടെ റൂട്ട് ഇട്ടില്ലേ? ഓക്കെ, ഇവിടെ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ. വേരിയൻസ് എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ റൂട്ട് വേണ്ട. ഈ സ്ക്വയർ ഇപ്പുറത്ത് പോകുമ്പോഴാണ് റൂട്ട് ആവുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷനാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ റൂട്ടിനെ അങ്ങ് വായിച്ചു കളയാം കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിവിടെ വേരിയൻസിന്റെ ഇക്വേഷൻ എഴുതുന്നത്, അപ്പൊ അതങ്ങനെ തന്നെ കിടന്നോട്ടെ, എസ് സ്ക്വയർ ആയിട്ട് തന്നെ കിടന്നോട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ഓരോ ഒബ്സർവേഷനും ഇവിടെ കണ്ടു, XI ഓരോ ഒബ്സർവേഷനിൽ നിന്നും ആവറേജിനെ കുറച്ചു, എന്നിട്ട് ആ വാല്യൂ സ്ക്വയർ ചെയ്ത് ഓരോന്നും കൂട്ടിയത്. ഇപ്പൊ X1, അടുത്ത് X2 ആവറേജിൽ നിന്ന് കുറച്ച് സ്ക്വയർ ചെയ്ത് കൂട്ടി, X3 ആവറേജിൽ നിന്ന് കുറച്ചു കൂട്ടി സ്ക്വയർ ചെയ്തു കൂട്ടി. ഇങ്ങനെ പോയി പോപ്പുലേഷന്റെ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. ഇപ്പൊ നമുക്ക് പോപ്പുലേഷന്റെ വേരിയൻസ് കിട്ടി. ഇങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്. എന്നാൽ സാമ്പിളിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ താഴെ സാമ്പിൾ സൈസ് അല്ല കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട്. ഐ വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. എന്നിന് പകരം നമ്മൾ N-1 എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. സമ്മേഷൻ ഓഫ് XI മൈനസ് X ബാർ ആണ്. നമ്മൾ പോപ്പുലേഷന്റെ കേസിൽ XI മൈനസ് ന്യൂ കൊടുത്തു. ഇവിടെ XI മൈനസ് X ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N-1. ഞാൻ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ N-1 കൊടുത്തു. എന്തുകൊണ്ട് N കൊടുത്തില്ല? ഇത് ഒരു ടേം ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പോപ്പുലേഷൻ എടുക്കുമ്പോൾ അതിന്റെ എല്ലാ പാരാമീറ്റേഴ്സിനും എല്ലാ ഒബ്സർവേഷനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുക്കുന്നുണ്ട്. അതേസമയം സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ വേണോ സാമ്പിൾ എടുക്കാം. ചെറിയ സാമ്പിൾ എടുക്കാം, വലിയ സാമ്പിൾ എടുക്കാം. എടുക്കുന്ന എല്ലാ സാമ്പിളിന്റെ സൈസ് ഒരുപോലെ ആവും. ഡിപ്പെൻസ് ആണ്. നമ്മുടെ ഇഷ്ടം പോലെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ പ്രൊഡിക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ റൂൾ ഒന്നും ഫോളോ ചെയ്യാനോ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സാമ്പിളിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രാക്ടിക്കലി പോപ്പുലേഷനുമായിട്ട് കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ താഴെ N കൊടുക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂന് ചെറിയൊരു ചേഞ്ച് വരും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് നമ്മളോട് ഒരു കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് N-ന് പകരം N-1 കൊടുക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ X ബാർ, നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ മീനെ അറിയുള്ളൂ, X ബാറേ അറിയത്തുള്ളൂ, ന്യൂ അറിയത്തില്ല. അപ്പോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ തെറ്റാൻ പാടില്ല. അപ്പോ ആ തെറ്റ് അവിടെ വരുന്നത് കൊണ്ട് ചെറിയൊരു കറക്ഷൻ നമ്മൾ ചെയ്തതാണ് N-1. ആൻഡ് ഇതിനൊരു പേരുണ്ട്, വി കോൾ ഇറ്റ് ബെസൽസ് കറക്ഷൻ കേട്ടോ. ഈ പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കാം, ബെസൽസ് കറക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നേരത്തെ എഴുതിയ സിഗ്മ സ്ക്വയറിന് പകരം സിഗ്മ എന്ന് എഴുതിയത്. അപ്പൊ ഇപ്പുറത്ത് റൂട്ട് വരും, XI മൈനസ് X ബാർ ദ ഹോൾ സ്ക്വയർ ബൈ N-1. ഈ ഇക്വേഷനിൽ നമ്മൾ N-1 യൂസ് ചെയ്യുന്നതിന് ബെസൽസ് കറക്ഷൻ എന്ന് പറയും. ഇത് ബേസിക്കലി വേറൊന്നുമില്ല, ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. പോപ്പുലേഷന്റെ വേരിയൻസിന്റെ ഇക്വേഷൻ ആണല്ലോ ഇത്. പോപ്പുലേഷൻ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും പോപ്പുലേഷന്റെ വേരിയൻസ് അല്ല. അപ്പൊ പോപ്പുലേഷന്റെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള എസ്റ്റിമേറ്റർ ഉണ്ട്. അതിനെ അൺബയസ്ഡ് ആക്കുക. ഈ അൺബയസ്ഡ് എന്താന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റർ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോഴത്തേക്ക് മനസ്സിലാക്കുക, ഈ നമ്മൾ ബയസിങ് ആൻഡ് അൺബയസിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ട്. ഒരു ടീച്ചറിന് കുറച്ച് കുട്ടികളോട് ഭയങ്കര ചായവ് കൂടുതലാണ്, ബാക്കിയുള്ളവർക്ക് അത്രയ്ക്ക് ഒരു ചായവില്ല, ഇഷ്ടക്കൂടുതലും ഇഷ്ടക്കുറവും. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ പോപ്പുലേഷനിൽ സാമ്പിൾ എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ കുറെ ഡേറ്റ ഉണ്ട്, കുറെ ഡേറ്റ ഇങ്ങനെ ഈ പോപ്പുലേഷനകത്ത് ഉണ്ട്. ഞാൻ സാമ്പിൾ എടുക്കുന്നതൊക്കെ ഏകദേശം ക്ലോസ് ആയിട്ട് കിടക്കുന്ന കുറെ ഡേറ്റ. അപ്പൊ ഈ ഡേറ്റ ഒന്ന് ഞാൻ ഇഗ്നോർ ചെയ്യുമല്ലേ, പക്ഷെ ഇതിന് ഒരു വാല്യൂ ഉണ്ടാവൂലേ.
അപ്പൊ ഇവിടെ നിന്നും സാമ്പിൾസ് എടുത്ത് ഞാൻ പഠിക്കേണ്ടേ. അപ്പൊ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെന്താണ് ബയസ്ഡ് ആയി ഒരെണ്ണത്തിന് മാത്രം ഇമ്പോർട്ടൻസ്, ഒരു സൈഡിലോട്ട് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായി പോകുമ്പോൾ ആ ഹോൾ പോപ്പുലേഷൻ എസെൻസ് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസിൽ എന്ത് വരും, മിസ്റ്റേക്സ് ഉണ്ടാവും. സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദാറ്റ്സ് വൈ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബെസൽസ് കറക്ഷൻ ചെയ്യുന്നത്. Using n instead of n-1 would systematically underestimate the true variability of population. വേരിയബിലിറ്റി ഉദ്ദേശിക്കുന്നത് വേരിയൻസ് ആണ്, എത്രത്തോളം വാല്യൂസ് വേരി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് എത്രയാണോ വാല്യൂ അതിനേക്കാൾ ചെറിയൊരു വാല്യൂലോട്ട് നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, അതായത് ഇപ്പൊ വേരിയൻസിന് ഞാനിപ്പോ മേളില് സമ്മേഷൻ ഓഫ് xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഇവിടെ n കൊടുക്കുമ്പോ ഓൾറെഡി ഇവിടെ n ഒരു വാല്യൂ ആയിരിക്കുമ്പോ, വലിയ വാല്യൂ ആയിരിക്കുമ്പോ ജസ്റ്റ് റീഷെയർ പോയല്ലോ. Okay. Yes, so okay. അപ്പൊ ഇവിടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്, അതായത് ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പോൾ നമ്മുടെ ഈ സിഗ്മ സ്ക്വയർ എന്ന വാല്യൂ താഴ്ന്നു വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആലോചിച്ച് n-1 ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ താഴ്ന്നു, അപ്പൊ നമ്മുടെ വാല്യൂ കുറച്ചും കൂടെ മേളിലോട്ട് വരില്ലേ, വിച്ച് ഇസ് ക്ലോസർ ടു ദ പോപ്പുലേഷൻ. ഓക്കെ, ഇത് കുറെ സ്റ്റഡീസിലൂടെ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ ഒക്കെ അവർ കണ്ടെത്തിയ കാര്യമാണ്. അപ്പോ ഇറ്റ്സ് അപ് ടു ദം. ഓക്കെ, സോ അങ്ങനെ എനിവേ ഞാൻ ജസ്റ്റ് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ സാമ്പിൾ മീൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ മാത്തമാറ്റിക്കലി ഈ സാമ്പിളിന്റെ ഡേറ്റ പോയിന്റ്സ് എന്ന് പറയുന്നത് സാമ്പിളിന്റെ മീനിന്റെ അടുത്തോട്ടല്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പോപ്പുലേഷന്റെ മീൻ കണ്ടുപിടിക്കാൻ സാമ്പിളിന്റെ മീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോ സാമ്പിളിന്റെ മീൻ എന്ന് പറയുമ്പോൾ സാമ്പിളിന്റെ ഡേറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ അടുത്തേക്കാണ് അത് കിടക്കുന്നത്, അതായത് ആ സൈഡിലോട്ട് മാത്രം അത് ബയസ്ഡ് ആണ്. എന്നാൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഡേറ്റയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് വേണ്ട. അപ്പൊ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ ഭയങ്കര ചെറുതായിരിക്കും. അപ്പോ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിന് പകരം n-1, അതായത് ഒരു ഡൗൺവേർഡ് ബയസിങ് ഇതിന് വരുന്നുണ്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് n-1. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ഒരു ഡൗൺവേർഡ് ബയസിങ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഡൗൺവേർഡ് ബയസ് വാല്യൂ ചെറുതായി പോകുന്നുണ്ട്. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യാനാണ് n-1. ഇതൊരു കറക്ഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് നമ്മുടേതായ രീതിക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബെസൽസ് കറക്ഷൻ. ജസ്റ്റ് ഈ പേരൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഒരേ ഇക്വേഷൻ എല്ലാത്തിനും ഉപയോഗിക്കരുത്. സാമ്പിളിന്റെ കേസിലോട്ട് വരുമ്പോൾ there is a change in variance in the equation. n-ന് വരെ n-1 ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കാം. അപ്പൊ ഈ n-1 പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് n-1 വരുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതും കൂടെ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇനി കറക്റ്റ് ആയിട്ട് ഒരു ഫ്ലോയിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് പഠിച്ചു പോകും. അപ്പൊ എന്നാലും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്.